എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ രാഷ്ട്രീയം എന്നല്ല പറയുന്നത് കേട്ടോ, ഒരു ചെറിയൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അതായത് ഞാൻ 2010 മുതലാണ് ഞാൻ രാഷ്ട്രീയത്തിലെ മുന്നിൽ നിങ്ങൾ കാണുന്നത്, സോഷ്യൽ മീഡിയ വഴി കാണുന്നത്. അപ്പോൾ ഒരുപാട് ലേഡീസും അതുപോലെ തന്നെ ഒരുപാട് ചെറിയ മക്കളും ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷേ എനിക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ മെസ്സഞ്ചർ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. അത്യാവശ്യം എന്തെങ്കിലും ഒരു ഹെൽപ്പോ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലൂടെ ചോദിച്ചറിയാനാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ കേട്ടു, അതായത് ഈ നിങ്ങൾക്ക് ഇങ്ങനെ ചീത്ത കിട്ടിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, നെഗറ്റീവുകൾ ഒരു ദിവസം തന്നെ ഒരുപാട് വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നെഗറ്റീവുമായിട്ട് മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും എവിടെയും നേടാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, അവർ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് തളർത്തണം, അല്ലെ തളരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവരുടെ ഈ ഒരു സംസാരം. അപ്പം നിങ്ങൾ എന്താണ് വേണ്ടത്? നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അപ്പാടെ അവോയ്ഡ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരോട് എപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ട് ഇരിക്കുക. ഒരുപാട് തെറ്റുകൾ, ഇപ്പം എല്ലാ ആൾക്കാരും തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറിയൊരു ഉറുമ്പിനെ കൊന്നാൽ പോലും അതൊരു തെറ്റിലേക്കാണ് പോവുക. അപ്പം തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ കാരണം എന്നൊക്കെ ചോദിച്ച സമയത്ത് അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയം, അതായത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഇങ്ങനെ വർഗീയത എന്ന് പറയുന്നത്. അപ്പം ഞാനെന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കൂടി നിങ്ങൾ ഈ പറയണം. കാരണം വെറും വർഗീയത എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും കൂടി പറയണം. അപ്പോൾ അതൊന്നും പറയുന്നില്ല ഇവർ. ചേച്ചിയെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ചേച്ചിയുടെ പാർട്ടിയെ ഇഷ്ടമല്ല. ഇപ്പോൾ ഒരാൾ BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തിരഞ്ഞെടുക്കുന്നത് അത് ഓരോ ആൾ വ്യക്തിപരമായ കാര്യമാണ്. എനിക്കെന്തോ അവരുടെ ആശയം, BJPയുടെ ആശയം ഇഷ്ടമായി. അതുപോലെ തന്നെ ഞാനൊക്കെ ചെറുതു മുതലേ, എൻ്റെയൊക്കെ മാമൻ പിന്നെ ശാഖയിൽ പോയ ആ സമയം മുതലേ എനിക്ക് ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ, ഗണേശോത്സവം ആയിക്കോട്ടെ, അതൊരു ഹരമാണ്. അപ്പം അതിലേക്ക് ഞാനങ്ങ് പോയി. അപ്പം നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാർട്ടിയായിട്ട് നിങ്ങൾക്ക് സംവാദിക്കാം. അപ്പം സംവാദിക്കാൻ നിങ്ങൾ ഡേറ്റ് പറ, ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമ്മളെയൊക്കെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ പറയുന്ന എന്നാ പറയേണ്ടത്, ലൈഫിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിലൊക്കെ കൂട്ടി യോജിക്കാറില്ല. ആ പ്രശ്നങ്ങൾ എന്നും നമ്മൾ സീക്രട്ടായിട്ട് വച്ചിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് ആണല്ലോ അല്ലേ? അപ്പം ഈ ഒരു കാര്യം, അതായത് ജസ്ന സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ നൽകുന്ന ഒരു ലേഡിയാണ്, പെണ്ണുങ്ങളാണ് എന്നൊക്കെ പറയാം. മോളെ, പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു മാന്യത വേണം അല്ലേ? നിനക്ക് പറയാനുള്ള ഒരു വോയിസ് ഇല്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, ഞാനൊക്കെ ആദ്യം നിൻ്റെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ. ദേശീയ സമിതി കോഴിക്കോട് വെച്ച് നടക്കുന്ന സമയത്ത് നിൻ്റെ കൂടെ, അതായത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വെറുതെ ആയിപ്പോയി എന്ന് വിചാരിക്കുന്ന ഒരുത്തിയാണ് ഞാൻ. കാരണം വേറൊന്നും കൊണ്ടല്ല, പറ്റിക്കൽ ഉടായിപ്പ് ടീം എന്ന് പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഈ ഉടായിപ്പിനെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷെ ഉടായിപ്പ് ഞാൻ തുറന്ന് കാണിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പം ഏതാളാണെങ്കിലും, നമ്മളെ രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഞാൻ അതിനെപ്പറ്റി പറയും. പിന്നെ ഈ രാത്രിയിൽ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെയൊക്കെ ഭാര്യമാരുടെ മുന്നിൽ നിന്നായിരിക്കും ഇവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടാകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത്രയും വൃത്തികെട്ട രീതിയിൽ മൂത്രം വരെ ചോദിക്കുക, മൂത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇവനുള്ള ഈ ഞരമ്പിൻ്റെ ഒരു വൈകൃതമാണ് ഇവിടെ കാണിക്കുന്നത്
ഞാൻ അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ കണ്ടി, നിങ്ങൾ എന്തിനാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്? എടോ, മെസ്സഞ്ചറിൻ്റെ അകത്ത് ഒരു മെസ്സേജ് വന്ന് നമുക്ക് ബ്ലോക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ അടുത്തത് വരും, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇതിവരെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു രക്ഷയുള്ളൂ, പറയൽ, പേരടക്കം പറയൽ, വിമർശിക്കൽ, ഇതേ രക്ഷയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇതേ രക്ഷയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ ബൈ.